പുതിയ നിയമ സഭയ്ക്കാതിരിക്കുവാനായി കർത്താവ് നമ്മെ ഏൽപ്പിച്ച 2 കൂദാശകളാണ്. ഒന്ന് കർത്താവിന് മേശ, മറ്റൊന്ന് വിശ്വാസ സ്നാനം. ഈ മേശയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എന്നെ ഇതിന് യോഗ്യനാക്കിയ ക്രൂശ്, ആ ക്രൂശിൽ കൊണ്ട് ലഭിച്ച അനുഗ്രഹം. ഒരു പാട്ടിൻ്റെ വരികൾ പാടുവാൻ പോവുകയാണ്. ഇമ്മാനുവേൽ, തൻ ചങ്കിൽ നിന്നൊഴുകുന്ന രക്തം പാപക്കറകൾ നീക്കി എന്നെ ശുദ്ധനാക്കി. എൻ പേർക്ക് യേശു മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പകല പാട്ടിൻ്റെ വരികൾ പാടുമ്പോൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ആ പാട്ട് പുറത്ത് വരട്ടെ. ഇതൊരു സെലിബ്രേഷനാണ്, നമ്മൾ ആഘോഷിക്കുകയാണ്. പെർമനന്റ് റിഡംഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു നിത്യമായി നമുക്ക് നൽകിയ വീണ്ടെടുപ്പിനെ ആഘോഷിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ദിസ് എ മിനിസ്ട്രി ഓഫ് താങ്ക്സ് ഗിവിംഗ്. നന്ദി പ്രകടനം. കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചുവല്ലോ. അയോഗ്യനായി എന്നെ യോഗ്യനാക്കുവാൻ അങ്ങ് എനിക്കായി മരിച്ചല്ലോ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടച്ചുകൊണ്ട് നമ്മുടെ ആന്തരിക കണ്ണുകൾ ക്രൂശിലേക്ക് രാവിലെ ഉയരട്ടെ. എല്ലാവരും ആരും അലക്ഷ്യമായി മേശയെ സംബന്ധിക്കരുത്. ഒരുക്കത്തോടെ, പ്രാർത്ഥനയോടെ ഇന്ന് രാവിലെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് മാത്രമേ ഈ മേശയിൽ സംബന്ധിക്കാവൂ. യേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. എൻ പേർക്കേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപമെന്നിൽ നമുക്ക് പാടാം. നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. ഇമ്മാനുവേൽ, തൻ ചങ്കതിൽ ഹല്ലേലൂയ ഒഴുകും രക്തം. ഇമ്മാനുവേൽ, ഹല്ലേലൂയ ചങ്കതിൽ നിന്നൊഴുകും രക്തം. പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാരും. പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാരും. പേർക്കേശു വിശ്വാസത്തോടെ നമുക്ക് രാവിലെ പാടാം. എനിക്ക് വേണ്ടി വിശ്വസിക്കുന്നു. എൻ പേർക്കേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടുമായിരിക്കും. എന്താണ് ഈ മേശ? എന്തിനു വേണ്ടിയാണ് ഈ മേശ? എല്ലാ ഞായറാഴ്ചയിലും നമ്മുടെ കുടിവരവുകളിൽ നാം ഇത് നടത്തുകയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്യും. ഈ മേശ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദിസ് ഇസ് എ ടേബിൾ
of commemoration of the suffering, the crucifixion, the death, the burial, the resurrection, the ascension and the return of Jesus Christ. ഈ മേശ വാക്കും ഭാഷണമില്ലാതെ നമ്മോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് വേണ്ടി കർത്താവ് യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടപ്പാടുകൾ, യേശുവിൻ്റെ ക്രൂശീകരണം, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ അടക്കം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, യേശുവിൻ്റെ സ്വർഗാരോഹണം, യേശുവിൻ്റെ മടങ്ങി വരവ്. വാക്കും ഭാഷണമില്ലാതെ ഈ മേശ ഇത് നമ്മോട് വിളിച്ചു പറയുകയാണ്. ഈ മേശയിൽ ആർക്ക് സംബന്ധിക്കാം? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും വിശ്വാസ സ്നാനം അംഗീകരിക്കുകയും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയോ അതിൽ വിശ്വസിക്കുകയോ ചെയ്തുകൊണ്ട് മനുഷ്യനോടും ദൈവത്തോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായി അതാത് ലോക്കൽ സഭകൾ കർത്താവിൻ്റെ മേശയുണ്ടെങ്കിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഈ മേശയിൽ സംബന്ധിക്കാം. ഇത് IPCയുടെ മേശയല്ല, ഇത് കൊട്ടാരക്കര മേഖലയുടെ മേശയല്ല, ഇത് കർത്താവിൻ്റെ മേശയാണ്. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? പൗലോസ് ഇങ്ങനെ എഴുതുന്നു, ഞാൻ കർത്താവിൽ പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നതാണ്. റിസീവ് ഫ്രം ദ ലോർഡ് ജീസസ് ആൻഡ് ഗിവ് ഇറ്റ് ടു ദ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച്. കർത്താവിൽ നിന്ന് പ്രാപിച്ച് നമ്മൾക്ക് ഏൽപ്പിച്ചു. ഒന്ന്, കർത്താവിൻ്റെ ഒരു നിർദ്ദേശമാണ്, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലൊന്നായിരുന്നു ഇത്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിക്കുകയും പോരും. ഇത് പുതിയ നിയമസഭയുടെ പ്രാക്ടീസ് ആയിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-7 ആഴ്ചവട്ടത്തിലെ 1-ാം നാളിൽ അവർ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ മേശ നടത്തുവാൻ നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്, അപ്പോസ്തലന്മാരുടെ ഉപദേശമുണ്ട്. പുതിയ നിയമസഭയുടെ പ്രാക്ടീസുമായിരുന്ന ഈ കർത്താവിൻ്റെ മേശയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. എന്താണ് ഈ കർത്താവിൻ്റെ മേശ നമ്മോട് അറിയിക്കുന്നത്? 3 കാര്യം പ്രധാനമായി. നമ്പർ 1, ദിസ് ടേബിൾ ഈസ് ആൻ എക്സ്പ്ലനേഷൻ. നമ്പർ 2, ദിസ് ഈസ് ആൻ എക്സാമിനേഷൻ. നമ്പർ 3, ദിസ് ഈസ് ആൻ എക്സ്പെക്റ്റേഷൻ. 3 കാര്യങ്ങൾ. 1, ഇതൊരു വിശദീകരണം നമുക്ക് തരികയാണ്. 2, ഇത് നമ്മെ ശോധന ചെയ്യുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. 3, ഈ മേശ വിളിച്ചു പറയുന്നു, ഒരു പ്രത്യാശ, ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. വരുവാനുള്ള ഭാവി പക്ഷേ ഈ മീറ്റിംഗ് തീരുമായിരിക്കാം. നമുക്കൊരു പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്, യേശു മടങ്ങി വരുമെന്നുള്ളത്. എന്താണ് ഒന്നാമത്തേത്? ഇതൊരു വിശദീകരണം. നമ്പർ 1, ദിസ് ഈസ് ആൻ എക്സ്പ്ലനേഷൻ, ദിസ് ഈസ് എ പ്രൊക്ലമേഷൻ. ഇതൊരു വിശദീകരണമാണ്. വാക്കും ഭാഷണവും കൂടാതെ ഈ അപ്പവും ഈ വീഞ്ഞും ഈ മുന്തിരിച്ചാറും നമ്മോട് പറയുന്ന ചില കാര്യമുണ്ട്. 1, ഈ അപ്പം നാം നുറുക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ബഹുമാന്യായ ബെഞ്ചമിൻ ജായൻ ഈ അപ്പം കരങ്ങളെടുത്ത് സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവിൽ പൗലോസ് അർപ്പിക്കുന്നു, ഞാൻ കർത്താവിൽ പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവനപ്പം എടുത്തു. ഇത് ഈ പുതിയ നിയമം പഠിക്കുമ്പോൾ ഈ അപ്പത്തിൻ്റെ പ്രാധാന്യം 1, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ ശരീരം. ലോകത്തിൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ അകന്നു പോയപ്പോൾ അവൻ്റെ ആത്മാവിനെ മടക്കി കൊണ്ടുവരുവാൻ ലോകത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായി ഒന്നും ഇക്വലൻ്റായി ഇല്ലാതിരുന്നപ്പോൾ പുത്രനായ ക്രിസ്തു ആരാധനയും സ്തുതിയും സ്തോത്രവും സ്വീകരിച്ചു കൊണ്ടിരുന്ന പുത്രൻ പറഞ്ഞു, പിതാവേ ഞാൻ പോകാം, ഞാൻ പോയി
പാപം ചെയ്ത് അങ്ങയിൽ നകന്നുപോയ മനുഷ്യവർഗത്തെ മടക്കി കൊണ്ടുവരുവാൻ ഞാൻ പോയി. ആ പാപം ചെയ്തു പോയ മനുഷ്യനെ മടക്കി കൊണ്ടുവന്ന് അവനെ റീപ്ലേസ് ചെയ്യുക, അവനെ ആ നഷ്ടപ്പെട്ടിടത്തേക്ക് അവനെ തന്നെ മടക്കി കൊണ്ടുവരുവാൻ ഞാൻ പോകാമെന്ന് പറഞ്ഞു. നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ 5 കോടതികളിൽ 6 പ്രാവശ്യമായി വിസ്തരിക്കുന്നു. 3 റിലീജിയസ് കോടതിയിൽ അന്നാബ്, കയ്യാഫാവ്, സൻഹെദ്രീൻ സംഘം യേശുവിനെ വിസ്തരിക്കുന്നു. മതകോടതിയിൽ യേശുവിനെ വിസ്തരിക്കുന്നു. ഇവൻ ദൈവദൂഷണം പറയുന്നു, ശബത്തിനെ പ്രമാണിക്കുന്നില്ല, സഭയ്ക്കെതിരായി, റിലീജിയനെതിരായി ഇവൻ പ്രവർത്തിക്കുന്നു. മശീഹ എന്ന് പറയുന്നു, ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്നു. മതം നിന്ന ദൈവദൂഷണം പറയുന്നു, ഇവനെ ശിക്ഷിക്കണം. എന്നാൽ യഹൂദന്മാർക്ക് കൊല്ലുവാനായി റിലീജിയസ് കോടതിക്ക് ഒരുവനെ കൊല്ലുവാനുള്ള അവകാശമില്ലാത്തതിനാൽ ഈ യേശുവിനെ സിവിൽ കോർട്ടിലും വിചാരണ ചെയ്യുന്നു. നോക്കുക, യേശു ക്രിസ്തുവിന്റെ ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞ് അന്നത്തെ ഫോർമർ മഹാപുരോഹിതനായിരുന്ന ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് വിസ്തരിച്ച് കഴിഞ്ഞപ്പോൾ യേശുവിനെ കിട്ടി. കുറ്റക്കാളയാൽ അന്നത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യാഫാവിൻ്റെ അടുത്ത് അയക്കുന്നു. കയ്യാഫാവും അവനെ കുറ്റമെന്ന് കാണുവാൻ കഴിയാതെ ക്രൂശിപ്പാനായി ജനങ്ങൾ പറയുമ്പോഴും ഒരു കുറ്റവും കാണാതെ സന്നിധി സംഘത്തിന് വേണ്ടി 71 റിലീജിയസ് ലീഡേഴ്സ്, മഹാപുരോഹിതൻ ലീഡർഷിപ്പ് എടുക്കുന്ന 71 പേരിലെ പരീശന്മാർ, ന്യായശാസ്ത്രിമാർ, എൽഡേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, ഇവരെല്ലാം കൂടി യേശുവിനെ വിസ്തരിക്കുന്നു. അതിനുശേഷം യേശുവിനെ സിവിൽ കോടതിയിലേക്ക് വിടുന്നു. ഞാൻ വേഗത്തിന് വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പീലാത്തോസിന് മുമ്പിൽ കൊണ്ടുവരുമ്പോൾ കെട്ടപ്പെട്ടവനായി യേശുവിനെ പീലാത്തോസ് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ പീലാത്തോസ് പറയുന്നു, ഐ ഹാവ് ഫൗണ്ട് നത്തിങ് ഫ്രം ഹിം. ഞാനിവല്ലൊരു കുറ്റവും കാണുന്നില്ല. പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, ഇന്ന് ഈ മീറ്റിംഗിൽ നമ്മളെ കൊണ്ടുവന്ന് നമ്മുടെ ഭൗതിക ഫിസിയോളജിക്കൽ റിലേഷൻ ഒന്നുമല്ല, ആ കാൽവറി ക്രൂസിൽ യാഗവായ ക്രിസ്തുവിന്റെ സ്നേഹം. ഇന്ന് എത്ര പേർക്ക് ഇപ്പോൾ സന്തോഷമുണ്ട്? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. നമുക്ക് പറയാം, നന്ദി, നന്ദി, നന്ദി. നമ്മുടെ വായ്കളെ തുറക്കട്ടെ. ഈ രാവിലെ ദൈവം നമ്മുടെ ആരാധന സ്വീകരിക്കട്ടെ. പുത്രൻ കാൽവരി ക്രൂശയാഗമായതിനാൽ വീണ്ടെടുക്കപ്പെട്ട ഈ സമൂഹം ഇവിടെ ആരാധിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കട്ടെ. പാപിയായ എന്നെ വീണ്ടെടുക്കുവാൻ അവിടുന്ന് ട്രയലായല്ലോ. അന്നാവിന്റെ, കയ്യാഫാവിന്റെയും സന്നിധി സംഘത്തിന്റെയും പീലാത്തോസിനെ ഹേരോദാവിന്റെയും മുൻപിൽ യേശുവിനെ വിസ്തരിച്ചു. യഹൂദന്മാർക്ക് ക്രൂശിക്കാൻ അധികാരമില്ലാത്തതിനാൽ അവർ ഇവൻ ജനത്തെ കലക്കുന്നു, ഇവൻ പ്രശ്നമുണ്ടാക്കുന്നു, നികുതി കൊടുക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നു, ഇവനെ ക്രൂശിക്കാം. പീലാത്തോസ് പറയുന്നു, ലെറ്റ് മീ ഫ്രീ ഹിം. ഇവനെ ഞാൻ വെറുതെ വിടട്ടെ, കുറ്റം ചെയ്യാത്തവനെ വെറുതെ വിടട്ടെ. നാം വായിച്ചു കേട്ടു, ജനങ്ങൾ പറഞ്ഞു, വേണ്ട, ക്രൂശിക്ക, ക്രൂശിക്ക, ക്രൂശിക്ക എന്ന് ആർത്തുകൊണ്ടിരുന്നു. പീലാത്തോസ് അവസാനമായി
ഓർഡർ എഴുതി, ജനത്തിൻ്റെ നിർബന്ധം കൊണ്ട് ഓർഡർ എഴുതി ക്രൂശിക്കുവാനായി യേശുവിനെ വിട്ടുകൊടുക്കും. കുറേനക്കാരനായ ശിമോൻ ഭാരമുള്ള കുരിശുമായി യേശു നടന്നു പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ നിന്നും താങ്ങുന്നു. പ്രിയ സ്നേഹിത കൂട്ടവിശ്വാസികളെ, ദൈവദാസന്മാരെ, ഈ പകൽ ഭാരമേറിയ ക്രൂശുമായി അടിക്കപ്പെട്ടവനായി, കെട്ടപ്പെട്ടവനായി, ഡീഹൈഡ്രേറ്റഡായി, ആഹാരം കഴിക്കാത്തവനായി, നമ്മുടെ കർത്താവ് ആ ഭാരമേറിയ കുരിശുമായി നമുക്ക് വേണ്ടി യെരൂശലേമിന്റെ തെരുവീതിയിൽ കൂടെ വീഴുന്നു, എഴുന്നേൽക്കുന്നു. സാംജോറിനെ കണ്ടുകൊണ്ട് ആ ഭാരമുള്ള കുരിശിട്ടിട്ട് പോകാതെ എന്നെ സ്നേഹിച്ച ദൈവ സ്നേഹം രാവിലെ നമ്മുടെ ഹൃദയങ്ങളിൽ ആ സ്നേഹം ആഴ്ന്നിറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ രാവിലെ ആ ദൈവ സ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഹല്ലേലൂയ ഈ രാവിലെ നമ്മുടെ ഹൃദയങ്ങൾ ആഴ്ന്നിറങ്ങട്ടെ. ഹല്ലേലൂയ. എന്നെ സ്നേഹിച്ച സ്നേഹമേ, ആ സ്നേഹത്തിന്റെ ആഴമേ, ഹല്ലേലൂയ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതത്രയും വിചിത്രമേ സുരക്ഷക. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതത്രയും വിചിത്രമേ സുരക്ഷക. എത്ര ദൂരം അങ്ങ് വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം അങ്ങ് വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. യെരൂശലേമിന്റെ തെരുവീതിയിൽ കൂടെ ഭാരമുള്ള കുരിശുമായി ക്ഷീണിതനായി, ടയേർഡായി, ഡീഹൈഡ്രേറ്റഡായി ആ കുരിശുമായി യേശു നടന്നു പോകുമ്പോൾ ദയയില്ലാതെ, കരുണയില്ലാതെ റോമൻ പട്ടാളക്കാർ യേശുവിനെ നയിച്ചു കൊണ്ടുപോകുമ്പോൾ, ഗദസമരയിലേക്ക് യേശുവിനെ നയിക്കുമ്പോൾ, തലയോടിനമെന്നർത്ഥമുള്ള ദ പ്ലേസ് ഓഫ് സ്കൾ യേശുവിനെ നയിക്കുമ്പോൾ ദയയില്ലാതെ പടയാളികൾ അവനെ അടിക്കുകയും ഭാരമുള്ള കുരിശുമായി വീഴുമ്പോൾ യേശുവിനെ പഴിക്കുകയും നിന്ദിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് രാവിലെ നമ്മളെ യോഗ്യരാക്കുവാൻ, നമ്മളെ ദൈവമക്കളാക്കുവാൻ, പാപത്തിൽ നമ്മെ വീണ്ടെടുക്കുവാൻ, നിത്യ നരകത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാൻ എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായ ക്രിസ്തുവിന്റെ സ്നേഹം, ഹല്ലേലൂയ, യേശുവിനെ അവർ ക്രൂശിക്കുന്ന ഇടത്ത് കൊണ്ടുവന്നു. കർത്താവായ യേശു ക്രിസ്തു രണ്ട് കള്ളന്മാരുടെ നടുവിൽ ആ ക്രൂശിന്മേൽ മൂന്നാണിമേൽ കിടക്കുമ്പോൾ യേശുവിൻ്റെ ബോഡിയിൽ സഫർ ചെയ്യുവാൻ, അത് സഹിക്കുവാൻ കഴിയാതെ വന്നു. ഗദസമനത്തോട്ടത്തിൽ യേശു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: പിതാവേ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മെ ഡാഡി എന്ന് പറഞ്ഞ് ഒരു സഹായത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ആ ടോൺ ഓഫ് വോയിസ് നമുക്കറിയാം. ഡാഡി എന്ന് വിളിക്കുമ്പോൾ നിസ്സഹായനായ കുഞ്ഞിൻ്റെ ആ ശബ്ദത്തിൻ്റെ വോയിസ് നമുക്കറിയാം. എൻ്റെ കുഞ്ഞെന്തോ പ്രശ്നത്തിലായിരിക്കുന്നു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിൽക്കണമേ.
പിതാവേ, ഈ ബോഡിയിൽ, ഈ ശരീരത്തിൽ ഈ വേദന സഹിക്കുവാൻ കഴിയുകയില്ല. കഴിഞ്ഞ രാത്രി കർത്താവിന് ദാസ് അർപ്പിച്ച പോലെ പ്രാണവേദനയിലായി. ആ വിയർപ്പിന്റെ തുള്ളികൾ താഴെ വീഴുമ്പോൾ രക്തത്തുള്ളി പോലെയായി വേദനയിലായിരുന്നു. പുത്രൻ പറയുന്നു, പിതാവേ, എൻ്റെ അപ്പച്ച, കഴിയുമെങ്കിൽ ഈ പരമാത്രം എങ്കിൽ നീക്കണമേ. എങ്കിലും not my will, let thy will be done. അവിടുത്തെ ഹിതം നടക്കട്ടെ. എനിക്ക് പ്രാണവേദന ഉണ്ടെങ്കിലും, എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിലും അവിടുത്തെ ഹിതം ഞാൻ നിവർത്തിക്കട്ടെ. ആ ഹിതം നിവർത്തിച്ചത് ഈ രാവിലെ ഈ മേഖലയുടെ കൺവെൻഷനിരിക്കുന്ന എൻ്റെ നിങ്ങളെ ഓർത്തുകൊണ്ട് ആ ക്രൂശ് പിതാവ് മാറ്റിയില്ല. അവരെ ശക്തീകരിക്കുവാൻ ആകാശത്തിൽ നിന്നും ദൂതൻ ഇറങ്ങി വന്നു. ആ ക്രൂശ് മാറ്റിയില്ല. എന്നാൽ എന്നെ നിങ്ങളെ സ്നേഹിച്ചു. ഇന്ന് രാവിലെ ആ സ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിറയട്ടെ. യേശു ക്രിസ്തു മൂന്നാണിമേൽ നമുക്ക് വേണ്ടി യാഗമാകുന്നു. അടികൊള്ളപ്പെട്ടവനായി, കുത്തേൽക്കപ്പെട്ടവനായി, വിലാപ്പുറക്കീറപ്പെട്ടവനായി ആ ശരീരം ആകാശത്തിനും ഭൂമിക്കും മധ്യേ, ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് ആ കുന്നിന്മേൽ സകല മനുഷ്യരും കാണത്തക്കോണം ക്രൂശിതനായ ക്രിസ്തു, ആ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ഇന്ന് രാവിലെ അപ്പത്തിൽ പങ്കെടുക്കുമ്പോൾ അയോഗ്യരായോ അലക്ഷ്യമായി പങ്കെടുക്കരുത്. ആ അപ്പം നിൽക്കുമ്പോൾ, കർത്താവേ, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട ശരീരത്തിൻ്റെ ഓർമ്മ, അങ്ങനെ സ്നേഹിച്ചല്ലോ, പാപമില്ലാത്ത അവിടുത്തെ ശരീരം ഭാവിയായി എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടല്ലോ എന്നോർത്തുകൊണ്ട് വിശുദ്ധിയോടെ ഈ അപ്പത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിറയട്ടെ. ആ യേശുവിൻ്റെ ശരീരത്തെ നമുക്ക് ഡിസേൺ ചെയ്യാം, വിവേചിക്കാം. ആ ശരീരം മാത്രമല്ല, യേശുവിൻ്റെ രക്തം കൂടെ നമുക്കായി ചൊരിയപ്പെട്ടു. നമ്മിങ്ങനെ വായിക്കുമ്പോൾ അപ്പുറത്ത് കുത്തിയപ്പോൾ രക്തം പുറത്തു വന്നു. ഇനി ഒരു തുള്ളി രക്തം പോലും ഈ ബോഡിയിൽ നിന്ന് അറിയുവാൻ പിന്നെ വന്ന രക്തമല്ല, വെള്ളവും പുറത്തു വന്നു. അവസാനത്തുള്ളി രക്തം വരെയും എന്നെ നിങ്ങളെയും സ്നേഹിക്കും. ക്ഷമയോടെ കാൽവരി ക്രൂശിൽ, ആ ക്രൂശിൽ കിടന്ന് കുത്തേൽക്കുമ്പോൾ, ആ സൈഡ് കീറുമ്പോൾ, ആ ബോഡി സഫർ ചെയ്യുമ്പോൾ, അവസാനത്തുള്ളി രക്തം വരുമ്പോഴും എന്നെയും നിങ്ങളെയും ഓർത്തു. What can wash away my sins? Nothing but the blood of Jesus Christ. എന്നെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന എന്തുണ്ട് ഈ ലോകത്തിൽ? ഒന്നുമില്ല, യേശുവിൻ്റെ രക്തം മാത്രം. നമ്മെ ശുദ്ധീകരിക്കുവാൻ ആ രക്തവും നമുക്ക് വേണ്ടി ഒഴിക്കപ്പെട്ടു. ഇന്ന് രാവിലെ ആ രക്തത്തിൻ്റെ ശക്തി നമ്മുടെ മൺകൂടാരം വ്യാപരിക്കട്ടെ. പാപത്തെ മാറ്റുന്ന യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇന്ന് രാവിലെ നമ്മൾ രൂപാന്തരം ചെയ്യട്ടെ. ആ രക്തത്തിൻ്റെ ശക്തി നമുക്ക് ഓർക്കാം. ഈ പാനപാത്രം കുടിക്കുമ്പോൾ, എന്നെ വീണ്ടെടുക്കുവാൻ ലോകത്തിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം എൻ്റെ പാപത്തെ കഴുകി, എന്നെ യോഗ്യനാക്കി, എന്നെ സ്വർഗത്തിൽ ഇരുത്തി, എന്നെ യോഗ്യനാക്കി. ആ രക്തത്തിൻ്റെ ശക്തി ഇന്ന് രാവിലെ ഈ മേശയെ സംബന്ധിക്കുമ്പോൾ രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ, രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല നാം എടുക്കുന്നതെങ്കിലും രോഗികളായി ആരെങ്കിലും ഇമേജ് സംബന്ധിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുക്കത്തോടെ വിശുദ്ധിയോടെ പങ്കെടുക്കുമെങ്കിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ അടങ്ങിയിരിക്കുന്ന ആ ദിവ്യ ശക്തി രോഗികളെ സൗഖ്യമാക്കട്ടെ. ഈ ആരാധന കഴിഞ്ഞു പോകുമ്പോൾ സൗഖ്യം പ്രാപിച്ചവരായി, വിടുതൽ പ്രാപിച്ചവരായി പോകുവാൻ ഇടിയാക്കുമാറാകട്ടെ. ഒന്ന്, ഈ മേശ നമ്മോട് വിളിച്ചറിയിക്കുന്നു. ഈ അപ്പവും മുന്തിരിച്ചാർ നമ്മെ വിളിച്ചറിയിക്കുന്നു. സാം ജോർജ്, അയോഗ്യരായ നിന്നെ യോഗ്യരാക്കുവാൻ യേശുവിൻ്റെ ശരീരം മാത്രമല്ല, അവസാനത്തുള്ള രക്തം വരെയും കൽവറിയിൽ ചൊരിയപ്പെടും. നമ്പർ 2, പൗലോസ് ഇങ്ങനെ പറയുന്നു,
തന്നെ താൻ ശോധനയിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. ഒരു സ്വയശോധനയുടെ സമയമാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ വായിലെ വാക്കുകൾ, ഹൃദയത്തിലെ ധ്യാനങ്ങളിൽ, നമ്മുടെ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് വിരോധമായി പൊങ്ങിയ എല്ലാ ഉയർച്ചകളെയും, എല്ലാ ചിന്തകളെയും, every imagination that is rising against the holiness of God, ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് വിരോധമായി പൊങ്ങിയ എല്ലാ ഉയർച്ചകളെയും ഇന്ന് രാവിലെ നമുക്ക് ഏറ്റു പറയാം. കർത്താവേ, ഞാൻ തെറ്റിപ്പോയി. ഈ മേശയെ സംബന്ധിക്കാൻ എൻ്റെ കൈകളെ ശുദ്ധമാക്കണമേ, എൻ്റെ ഹൃദയത്തെ കഴുകണമേ. ഒരു തീരുമാനത്തോടെ, വിശുദ്ധിയോടെ അല്ലാതെ ആരും ഈ മേശയെ സംബന്ധിക്കരുത്. തന്നെ താൻ ശോധനയിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. ഞാൻ വേഗത്തിൽ ഇവിടെ അവസാനിപ്പിക്കാം. 3 ഇതറിയിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ വരുവോളും എൻ്റെ ഓർമ്മയ്ക്കായി ചെവി. ഈ മേശ നമ്മോട് വിളിച്ചു പറയുന്നു, നമുക്ക് വേണ്ടി കാൽവറി തകർക്കപ്പെട്ട്, നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത യേശു ഇതുവരെ നമ്മെ ചേർക്കുവാൻ വന്നില്ല. കർത്താവിതാ മടങ്ങി വരുവാൻ പോകുന്നു. ഈ മേശയെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ ഒന്ന് ഉണരട്ടെ. എൻ്റെ യേശു മടങ്ങി വരും. യേശു മടങ്ങി വരുമ്പോൾ കണ്ണീര് അനുഭവിക്കുന്ന ഞാൻ, വേദന അനുഭവിക്കുന്ന ഞാൻ, നിന്നെ അനുഭവിക്കുന്ന ഞാൻ, എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുവാൻ പോകുന്നു. യേശു ഇതാ മടങ്ങി വരുവാൻ പോകുന്നു. അവൻ താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഹല്ലേലൂയ! യേശു വരാറായി. ഈ മേശയെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. ഇനി യേശു ഇങ്ങനെ അവര് രാജമുടി ചൂടിയവനായിതാ വരുന്നു. അവനെ രൂപം കണ്ടാൽ ആളെല്ലാം തോന്നുമാറും വികൃതമായിരുന്നു. സൂര്യകാന്തത്തിനും മരകത്തിനും വജ്രങ്ങൾക്കോ തുല്യരായ മുഖശോഭയോടെ യേശുദാ മടങ്ങി വരുന്നു. യേശുവിന് മുട്ടുകുത്തി അവനെ ആക്ഷേപിച്ചെങ്കിൽ എല്ലാ മുഴങ്കാലും മടങ്ങുന്ന, എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയുന്ന ഒരു ദിവസം വരുവാൻ പോകുന്നു. യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, നീതിമാൻ ഈ നീതിയേട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരി. ഈ രാവിലെ അയോഗ്യരായി മേശയെ ആരും സമ്മതിക്കരുത്, ബോധിപ്പിക്കാൻ ആരും സമ്മതിക്കരുത്. അയോഗ്യരായി, എനിക്ക് ടൈമില്ലല്ലോ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ, അയോഗ്യരായി പങ്കെടുത്താൽ നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകും, അനേകരും നിദ്ര കൊള്ളുന്നു. ബഹുമാന അമ്മച്ചൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പലരും ഈ ലോകത്തിൽ നിന്ന് നേരത്തെ എടുക്കപ്പെട്ടത്, ആരോഗ്യമുള്ളവ എടുക്കപ്പെട്ടത് ഞാൻ കേട്ടിട്ടുള്ള കാര്യം. വിശുദ്ധിയില്ലാതെ ഈ മേശയെ സംബന്ധിച്ചുകൊണ്ടാണ്. കർത്താവിൻ്റെ മേശ വിശുദ്ധിയോടെ നമുക്ക് സംബന്ധിക്കാം. ഈ മേശയാർക്കും ഒരു വേദനയാകാതെ, ദുഃഖമാകാതെ, അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ദൈവിക സാന്നിധ്യത്തിൻ്റെയും ദൈവിക അനുഗ്രഹങ്ങളുടെയും ഒരു മേശയായി മാറട്ടെ. യോബ് ഇങ്ങനെ പറയുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ്റെ പൊടിമേൽ നിൽക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ദേഹത്തൊക്കെ ഇങ്ങനെ ദഹിച്ച ശേഷം ഞാൻ അവനെ ദേഹസഹിതരായി കാണും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണും. യേശു വരാറായി. ഒരുങ്ങാം ദൈവസഭേ, നമുക്കൊരുങ്ങാം. കർത്താവ് വരാറായി. ഈ മേശ നമ്മെ വിളിച്ചറിയ ഒരു ദൗത്യം കൂടിയുണ്ട്. ഇന്നേ ചാപ്പിട്ടിട്ട് അങ്ങ് പോകാനല്ല, ഒരു ദൗത്യം അനേക രീതിയിലുണ്ട് ഒരുക്കുവാൻ. ആ ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം. സുവിശേഷത്തിന് സാക്ഷികളായി, ദൈവരാജ്യ വക്താക്കളായി ദൈവം നമുക്ക് ആയുസ് ഉപയോഗിക്കുവാൻ. അക്കരെ ചെല്ലുമ്പോൾ കേൾക്കണം, നല്ലവനെ. ഈ മേശയിൽ നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്താം, കണ്ണുകളുടെ വിശുദ്ധിയോടെ. ആരും വിശുദ്ധരായിട്ടല്ല, ഇന്ന് രാവിലെ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല ഭാവവും പുകി നമ്മെ വിശുദ്ധീകരിക്കും. ഒരു നിമിഷം ആരും പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ വായിൽ തെറ്റുവന്ന് കർത്താവ്,
വാക്കുകൾ തെറ്റുവന്നു, പ്രവൃത്തി തെറ്റുവന്നു. ഈ മേശയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ അതിനു മുമ്പായി എൻ്റെ കരത്തെ മാത്രമല്ല എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ കർത്താവേ. ഈ മേശ നമുക്ക് അനുഗ്രഹമാകട്ടെ. കർത്താവിൻ്റെ വരവിനാ നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.